ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക് ഡിസൈൻ ഫോർ ടോർഷൻ, അതായത് RCC സ്ട്രക്ചറിൽ ടോർഷൻ വരുന്ന സമയത്ത്. ഓക്കെ, റീഎൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ബീമിൽ ടോർഷൻ വരുമ്പോൾ, അതായത് ടോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് അല്ലേ, അതിനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള മൊമെൻറ്റ് വരുന്ന സമയത്തുള്ള ഡിസൈനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. Okay, reinforced concrete section are also subjected to torsional moments which cause twisting of the section. അപ്പോൾ RCC സ്ട്രക്ചറിൽ ബെൻഡിങ്ങും ഷിയർ ഫോഴ്സും അല്ലാതെ ട്വിസ്റ്റിംഗ് മൊമെൻറ്റും കൂടി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും. അതായത് ബെൻഡിങ്ങിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ആ ട്വിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി. അതായത് ആ ബെൻഡിങ്ങിൻ്റെ എഫക്റ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ ട്വിസ്റ്റിംഗ് കാരണം വരുന്ന എഫക്റ്റ് കുറവായിരിക്കും. എന്നാലും ടോർഷണൽ മൊമെൻറ്റ് അല്ലെങ്കിൽ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ് RCC സ്ട്രക്ചറിൽ വരുന്നുണ്ട്. അതിൻ്റെ ടെൻഡൻസി എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചറിനെ ട്വിസ്റ്റ് ചെയ്യാനാണ്. ഇപ്പം ബീം ഉണ്ടെങ്കിൽ ആ ബീമിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും ഈ ടോർഷൻ വരുന്ന സമയത്ത് ഉണ്ടാവുക, ആ ബീമിനെ ട്വിസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ദ മൊമെൻറ്റ് അപ്ലൈഡ് ടു എ മെമ്പർ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡൽ ആക്സിസ് ഈസ് ജനറലി നോൺ ആസ് ടോർക്ക് ഓർ ടോർഷൻ ഓർ ട്വിസ്റ്റിംഗ് മൊമെൻറ്റ്. അതായത് സെൻട്രോയിഡൽ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള മൊമെൻറ്റ്. ഓക്കെ, അതായത് ഇപ്പം സെൻട്രോയിഡൽ ആക്സിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷനിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ആ ക്രോസ് സെക്ഷനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഫോഴ്സൊക്കെ അപ്ലൈ ചെയ്യുന്ന ടെൻസൈൽ, അതുപോലെ തന്നെ കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ MOSൽ പഠിച്ചതുപോലെ ആ ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ആ സെൻട്രോയിഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിസിൽ വരുന്ന മൊമെൻ്റാണ് ട്വിസ്റ്റിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, ആ ക്രോസ് സെക്ഷനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. ആ ക്രോസ് സെക്ഷൻ ഇപ്പോൾ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആണെങ്കിൽ അതിനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ ആ റെക്റ്റാങ്കിൾ എന്നുള്ള ഷേപ്പ് മാറുന്ന രീതിയിൽ, ഓക്കെ, അതായത് അതിൻ്റെ എല്ലാ കോർണേഴ്സിൻ്റെയും ലൊക്കേഷൻ മാറുന്ന രീതിയിലുള്ള ഒരു മൊമെൻ്റാണ്. ഓക്കെ, അല്ലെങ്കിൽ മാറ്റാനുള്ള ഒരു ടെൻഡൻസിയാണ് ഈ ട്വിസ്റ്റിംഗ് മൊമെൻ്റ് അവിടെ ആക്ട് ചെയ്യുന്നത് കൊണ്ടുണ്ടാവുന്നത്. ഓക്കെ, ഇമാജിൻ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടോർഷൻ വെൻ എൻകൗണ്ടേർഡ് ഇൻ കോൺക്രീറ്റ് മെമ്പേഴ്സ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഫ്ലെക്ചർ ആൻഡ് ഷിയർ. ഓക്കെ, കോൺക്രീറ്റ് മെമ്പേഴ്സിൽ ടോർഷൻ വരുന്ന സമയത്ത് പ്യുവറായിട്ടുള്ള ടോർഷൻ വരുന്ന കേസില്ല. ഇപ്പോൾ നമ്മൾ ടോർഷൻ പഠിച്ച സമയത്ത് ഷാഫ്റ്റിലാണ്, അതായത് വെഹിക്കിൾസിലൊക്കെ ഷാഫ്റ്റിലാണ് പ്യുവർ ടോർഷൻ വരുന്നത്. എന്നാൽ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലേക്ക് പ്യുവറായിട്ട്, അതായത് വെറും ടോർഷൻ മാത്രം വരുന്ന ഒരു കേസില്ല. ഈ ടോർഷൻ വരുന്നുണ്ടെങ്കിൽ അത് ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും ഒപ്പേ വരുള്ളൂ. ഓക്കെ, ടോർഷൻ വെൻ എൻകൗണ്ടേർഡ് ഇൻ കോൺക്രീറ്റ് മെമ്പേഴ്സ് യൂഷ്വലി ഒക്കേഴ്സ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഫ്ലെക്ചർ ആൻഡ് ഷിയർ. ഇതാണ് ടോർഷൻ്റെ ഫിഗർ. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ ക്രോസ് സെക്ഷൻ കാണാമല്ലോ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ക്രോസ് സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ആ ക്രോസ് സെക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ക്രോസ് സെക്ഷനെ ട്വിസ്റ്റ് ചെയ്യുന്ന നിലയിൽ. ഓക്കെ, അതായത് ഇപ്പം ആദ്യമേ അത് ഒരു പർട്ടിക്കുലർ പൊസിഷനിലായിരിക്കും എല്ലാ കോർണേഴ്സും ഉണ്ടാവുക. അപ്പോൾ അത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുന്ന് തിരിയുക ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഫിഗറിൽ കാണുന്ന പോലെയാണ് ടോർഷൻ ഒരു കോൺക്രീറ്റ് ബീമിലേക്ക് ഒക്കർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെ റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ള റീഇൻഫോഴ്സ്മെൻറ്റും അല്ലെങ്കിൽ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സം കോമൺ എക്സാമ്പിൾസ് ഓഫ് സ്ട്രക്ചേഴ്സ് സബ്ജക്റ്റഡ് ടു ടോർഷണൽ മൊമെൻറ്റ്സ് ആർ ആസ് ഫോളോസ്. അപ്പോൾ ടോർഷൻ വരുന്ന കുറച്ച് സ്ഥലങ്ങൾ. ഓക്കെ, ഒന്ന് റിംഗ് ബീം പ്രൊവൈഡഡ് അറ്റ് ദ ബോട്ടം ഓഫ് എലിവേറ്റഡ് വാട്ടർ ടാങ്ക്. അപ്പം എലിവേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ടാങ്കിൻ്റെ ബോട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന റിംഗ് ബീംസിൽ ടോർഷൻ വരുന്നുണ്ട്. അതുപോലെ L ബീംസ്, ഓക്കെ, L ഷേപ്പിലുള്ള ബീം സപ്പോർട്ടിങ് എ കാൻഡിലിവർ സ്ലാബ്. അപ്പോൾ കാൻഡിലിവർ സ്ലാബിനെ സപ്പോർട്ട് ചെയ്യുന്ന ബീം. ഓക്കെ, അപ്പോൾ ആ കാൻഡിലിവറായിട്ട് നിൽക്കുന്ന പോർഷനിലേക്ക് ലോഡ് വരുന്ന സമയത്ത് ഇപ്പുറത്ത് ആ ബീമിൽ ട്വിസ്റ്റിംഗ് എഫക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ ബീംസ് കേർവ്ഡ് ഇൻ പ്ലാൻ, കേർവ്ഡ് ആയിട്ടുള്ള ബീംസിലൊക്കെ ടോർഷൻ വരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഈ ഫിഗർ സ്പാൻഡ്രൽ ബീമിൻ്റെ ഫിഗറാണ്, അല്ലെങ്കിൽ പ്രൈമറി ബീംസ് അല്ലെങ്കിൽ മെയിൻ ബീംസ് എന്ന് പറയാം. രണ്ട് ടൈപ്പ് ബീംസ് ഉണ്ടല്ലോ. ഇപ്പോൾ നിങ്ങളൊരു സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി ബീംസ് നിങ്ങൾക്ക് കാണാം, അതുപോലെ തന്നെ മെയിൻ ബീംസ് കാണാം, അല്ലെങ്കിൽ പ്രൈമറി ബീംസ് അല്ലെങ്കിൽ സ്പാൻഡ്രൽ ബീംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കാണാം. അപ്പോൾ സ്പാൻഡ്രൽ ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിനെ കണക്ട് ചെയ്തിട്ടുള്ള ബീംസാണ് സ്പാൻഡ്രൽ ബീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സെക്കൻഡറി ബീംസ് എന്ന് പറഞ്ഞാൽ കോളത്തിലേക്കല്ല കണക്ഷൻ വരുന്നത്. സെക്കൻഡറി ബീംസ് ബീമുകളിൽ നിന്ന് ബീമിലേക്ക്, അതായത് ഈ സ്പാൻഡ്രൽ ബീമിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സെക്കൻഡറി ബീം വന്ന് കയറുന്നത്. ഓക്കെ, അപ്പം ഈ സെക്കൻഡറി ബീമിൽ വരുന്ന ലോഡ്
ഈ പ്രൈമറി ബീം അല്ലെങ്കിൽ സ്പാൻഡർ ബീമിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് സ്പാൻഡർ ബീം എന്ത് ചെയ്യും, അതിനെ കോളത്തിലേക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്. അപ്പോൾ ഈ സ്പാൻഡർ ബീമിൽ, അതായത് ഈ മെയിൻ ബീമിൽ ടോർഷൻ വരാം. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മെയിൻ ബീം കാണാം, അല്ലെങ്കിൽ പ്രൈമറി ബീം കാണാം. അതായത് കോളത്തിൽ നിന്ന് കോളത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള മെയിൻ ബീംസ് നിങ്ങൾക്ക് കാണാം. ആ മെയിൻ ബീമിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെക്കൻഡറി ബീമും കാണാം. അപ്പോൾ സെക്കൻഡറി ബീമിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബെൻഡിങ് നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അത് അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ആ പ്രൈമറി ബീമിൽ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ആ പ്രൈമറി ബീമിനെ ട്വിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു എഫക്റ്റ് വരുന്നുണ്ട്, ടോർഷനോടെ വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇതിലിപ്പോൾ ഈ ഫിഗറിൽ ഫസ്റ്റ് സ്പാൻഡർ ബീംസിൽ ടോർഷൻ വരുന്നുണ്ടെന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ മുന്നേ കാണിച്ച ഫിഗറിൽ നിങ്ങൾ കണ്ടത്. ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതേപോലെ മൂന്നാമത്തെ, അതായത് BC ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ബെൻഡിങ്ങിൻ്റെ പ്ലെയിനിന് എവേ ആയിട്ട് ആക്ട് ചെയ്യുന്ന ലോഡുകളാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ B എന്ന് പറയുന്ന ഫിഗറിൽ ആ കോളത്തിനെ കണക്ട് ചെയ്തൊരു ബീമുണ്ട്. ഓക്കെ, ആ ബീമിൽ നിന്ന് ഒരു എക്സ്ട്രാ വേറൊരു ബീം വന്നിരിക്കുകയാണ്. ആ എക്സ്ട്രാ വന്നിരിക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് വന്നിരിക്കുന്ന, അതായത് മെയിൻ ബീമിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്ന ആ ബീമിൻ്റെ അറ്റത്തേക്ക് ഒരു P എന്ന് പറയുന്ന ഒരു ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, അവിടെ ഉണ്ടാകുന്ന എഫക്റ്റ് എന്ന് പറയുമ്പം ആ P എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് താഴാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക അല്ലേ. എന്നാൽ അത് കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു മെയിൻ ബീം അവിടെ ഉണ്ടാവുന്ന ടെൻഡൻസി എന്ന് പറയുന്നത് ഇത് താഴുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റാണ് ഉണ്ടാവുന്നത്, തിരിയുക ചെയ്യുന്നത് അല്ലേ. അതേപോലെ രണ്ടാമത്തെ ഈ കണ്ടീഷനിലുള്ള C എന്ന് പറയുന്ന ഫിഗർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇപ്പം ABC ഒരു L ഷേപ്പിലുള്ള ഒരു ബീം നിങ്ങൾക്ക് കാണാം അല്ലേ. അപ്പോൾ അവിടെ AB എന്ന് പറയുന്ന പോർഷനാണ് മെയിനായിട്ട് വരുന്ന ബീം. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്ന പോർഷനാണ് BC എന്ന് പറയുന്ന പോർഷൻ അല്ലേ. അപ്പോൾ അതിൽ C എന്ന് പറയുന്ന പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ C എന്ന് പറയുന്ന പോർഷൻ താഴാനുള്ള ടെൻഡൻസി അവിടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് താഴുന്ന സമയത്ത് AB എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ ടോർഷനാണ് വരുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം കേർവ്ഡ് ആയിട്ടും സർക്കുലർ ആയിട്ടുള്ള ബീംസിലൊക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ ടോർഷൻ വരും. അതിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ട് തന്നെ ആ ലോഡ് ആ ബീമിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പം തന്നെ ഒരു ട്വിസ്റ്റിംഗ് എഫക്റ്റ് അതിലേക്ക് വരും. അപ്പം സർക്കുലർ ബീംസിലും അതുപോലെ തന്നെ കേർവ്ഡ് ബീംസിലും ടോർഷൻ വരും. ഓക്കെ, അപ്പം ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു, ടോർഷൻ എങ്ങനെയാണ് ഒരു കോൺക്രീറ്റ് ബീമിലേക്ക് വരിക എന്നുള്ളത്. ഓക്കെ, IS കോഡ് അപ്രോച്ച്. ഈ ടോർഷൻ്റെ ഡിസൈൻ IS കോഡ് എങ്ങനെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ആസ് പെർ IS കോഡ് ദ ഡിസൈൻ ഫോർ ടോർഷൻ ഈസ് ബേസ്ഡ് ഓൺ കാൽക്കുലേഷൻ ഓഫ് ആൻ ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സ് ആൻഡ് ആൻ ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ്. അപ്പോൾ ഈ ടോർഷനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റിനെയും അതുപോലെ തന്നെ ഒരു ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മളെ നോർമൽ ഷിയർ ഫോഴ്സ് നോർമൽ ബെൻഡിങ് മൊമെൻറ്റ് എന്നുള്ളതല്ല, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് എന്നുള്ളതല്ല. അതായത് ടോർഷൻ്റെ എഫക്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് ആ ടോർഷൻ്റെ എഫക്റ്റിനെ ആ ടോർഷൻ വരുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു അഡീഷണൽ ഷിയർ ഫോഴ്സ് വരും. ഓക്കെ, ആ ഷിയർ ഫോഴ്സ് നോർമലി ഉള്ള ഷിയർ ഫോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സ് എന്നുള്ള രീതിയിലും, അതുപോലെ തന്നെ ടോർഷണൽ മൊമെൻറ്റ് വരുമ്പം അതിൻ്റെ എഫക്റ്റ് നമ്മളെ നോർമൽ സ്ട്രക്ചറിൽ ഒരു അഡീഷണൽ ബെൻഡിങ് മൊമെൻറ്റ് കൊണ്ടുവരും. ആ ബെൻഡിങ് മൊമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ട്, അതായത് എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റും ഈ ടോർഷണൽ മൊമെൻറ്റ് മുഖേന അഡീഷണൽ ആയിട്ട് ആ ഒരു സ്ട്രക്ചറിലേക്ക് വരുന്ന ബെൻഡിങ് മൊമെൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് അതിനൊരു ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻ്റ് ആക്കി മാറ്റും. ഓക്കെ, അതായത് ടോർഷൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്തിട്ട് ഷിയർ ഫോഴ്സിൻ്റെ കൂടെ ഒരു അഡീഷണൽ ഷിയർ ഫോഴ്സ് ആഡ് ചെയ്യും. അതുപോലെ തന്നെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കൂടെ ഒരു അഡീഷണൽ ബെൻഡിങ് മൊമെൻറ്റ് ആഡ് ചെയ്തിട്ട് അതിന് ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സ് അതുപോലെ തന്നെ ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻ്റ് ആക്കി മാറ്റും. Okay, the effect of torsional moment in the form of additional shear force and bending moment is added to the actual bending moment and shear force to get equivalent bending moment and shear force. ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് ടോർഷണൽ മൊമെൻറ്റ് മുഖേന വരുന്ന ടോർഷണൽ മൊമെൻറ്റ് കാരണം ഒരു അഡീഷണൽ ഷിയർ ഫോഴ്സും ഒരു അഡീഷണൽ ബെൻഡിങ് മൊമെൻറ്റും കാൽക്കുലേറ്റ് ചെയ്യും. അത് കാരണം ആ സ്ട്രക്ചറിലേക്ക് വരാവുന്ന അത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ബെൻഡിങ് മൊമെൻറ്റ്, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെ കൂടെയും ഷിയർ ഫോഴ്സിൻ്റെ കൂടി ആഡ് ചെയ്യും. അതായത് അഡീഷണൽ ബെൻഡിങ് മൊമെൻറ്റ് നോർമലി ഉള്ള ആക്ച്വൽ ബെൻഡിങ് മൊമെൻറ്റ്, എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ആക്ച്വൽ ബെൻഡിങ് മൊമെൻറ്റ് കൂടെ ആഡ് ചെയ്തിട്ട് ഈക്വലൻറ്റ് ബെൻഡിങ് മൊമെൻ്റ് ആക്കി മാറ്റും. അതുപോലെ തന്നെ അഡീഷണലി വരുന്ന ഷിയർ ഫോഴ്സിനെ നോർമൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഒരു ഈക്വലൻറ്റ് ഷിയർ ഫോഴ്സ് ആക്കി മാറ്റും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യാം. But as per IS code, this philosophy gives adequate result only if the torsional moment is not appreciable as compared to bending moment and shear force value. അപ്പം ഈ IS കോഡ് പ്രകാരം നമുക്ക് പ്രോപ്പറായിട്ടുള്ള
ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ, ഡിസൈനിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ടോർഷണൽ മൊമെൻറ്റ് വലിയൊരു വാല്യൂ വരാൻ പാടില്ല. അതായത് പ്യുവർ ടോർഷൻ എന്നുള്ള രീതിയിലേക്ക് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഈ നോർമലി എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഷിയർ ഫോഴ്സിൻ്റെ ആ ഒരു എഫക്റ്റ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ വലിയൊരു വാല്യൂ, വളരെ വലിയൊരു വാല്യൂ ഈ ടോർഷണൽ മൊമെൻറ്റ് കാരണം വരാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ടോർഷൻ മൊമെൻറ്റ് വളരെ വലിയൊരു വാല്യൂ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നല്ല രീതിയിലുള്ളൊരു വ്യത്യാസം, അതായത് ഈ ടോർഷണൽ ബെൻഡിങ് മൊമെൻറ്റും അല്ലെങ്കിൽ ഈ ടോർഷണൽ ഷിയർ ഫോഴ്സും ഈ നോർമൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റും ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂവിനേക്കാളും വളരെയധികം നല്ല രീതിയിലുള്ളൊരു ഡിഫറൻസ് വന്നാൽ, ചെറിയ ഡിഫറൻസ് ഒന്നും കുഴപ്പമില്ല, വളരെ വലിയ രീതിയിലൊരു ഡിഫറൻസ് വന്നാൽ നമ്മൾ ഈ കോഡ് പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത്ര ആക്യുറേറ്റ് ആവണമെന്നില്ല. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ടോർഷൻ വരിക എന്ന് പറയുന്നത് അത്ര ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമില്ല. അതായത് പ്യുവർ ടോർഷൻ നമ്മുടെ സ്ട്രക്ചറിൽ വരുന്നില്ല. അപ്പം അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഇതിൻ്റെ എഫക്റ്റ് ഒക്കെ കൺസിഡർ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈനാണ് നമ്മൾ IS കോഡ് അപ്രോച്ചിൽ പറയുന്നത്. Cases of reinforced cement concrete section subjected to pure torsion are very rare, and torsion is generally secondary to flexure in RCC beams, and hence IS code method for design for torsion can be adequately used for RCC beams. അപ്പം ബീംസിൻ്റെ കേസിൽ അല്ലെങ്കിൽ RCC സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ പ്യുവർ ടോർഷൻ വരുന്നത് വളരെ കുറവാണ്. അതായത് ഇപ്പം ബെൻഡിങ് ഈ ബീംസിലൊക്കെ വരുന്നത് പോലെ അത്ര ഡോമിനൻ്റ് ആയിട്ട് ടോർഷൻ വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ IS കോഡ് മെത്തേഡ് അല്ലെങ്കിൽ IS കോഡിൽ പറയുന്ന ഡിസൈൻ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പ്യുവറായിട്ട് ടോർഷൻ വരുന്ന കേസാണെങ്കിൽ നമുക്ക് ഈ ഒരു കോഡ് പ്രകാരമുള്ള ഡിസൈൻ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം ഇത് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിൽ ബീംസിൽ അത്ര ഡോമിനൻ്റ് അല്ലാത്തത് കൊണ്ട് ടോർഷൻ അത്ര പ്യുവറായിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഈസി ആൻഡ് സിമ്പിൾ ആസ് ദ ഡിസൈൻ ഫോർ ടോർഷൻ ഈസ് നോട്ട് ഡൺ സെപ്പറേറ്റ്ലി, റാദർ ദ സെക്ഷൻ ഈസ് ഡിസൈൻഡ് ഫോർ ആൻ ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ആൻഡ് ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സ് ആൻഡ് ദ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ദസ് കാൽക്കുലേറ്റഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആസ് പെർ ദ കോഡൽ പ്രൊവിഷൻസ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ടോർഷൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സിമ്പിളാണ്. നമ്മൾ പ്രത്യേകിച്ച് വേറെ ടോർഷൻ്റെ കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്യല്ല ചെയ്യുന്നത്. നോർമലി ഉള്ള ബെൻഡിങ് മൊമെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും കൂടി ഒരു അഡീഷണൽ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സ് ആഡ് ചെയ്തിട്ട് അത് പ്രകാരം നമ്മൾ ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ അത് പ്രകാരം നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കോഡൽ പ്രൊവിഷൻസ് പറയുന്നത് പോലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നോർമലി നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ ഈ ടോർഷണലിൻ്റെ എഫക്റ്റ്, അതായത് ടോർഷണൽ മൊമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതുപോലെ തന്നെ ടോർഷണൽ മുഖേന വരുന്ന ഷിയർ ഫോഴ്സും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുന്നു എന്ന് മാത്രം, വേറെ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്സ് ഇല്ല. അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ടോർഷൻ്റെ കേസിൽ സെപ്പറേറ്റ് പറയുന്നുണ്ട്. അത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിൽ മെയിൻ ബാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ചില കേസിൽ കംബർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ്സ് വരാം. നോർമലി ഉള്ളതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനും വരുന്നത്. The equivalent shear force and bending moment are calculated as per the design procedure given in the IS code. അപ്പം ഇക്വലൻറ്റ് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെൻറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് IS കോഡ് പ്രകാരമാണ്. അതെങ്ങനെയാണെന്നുള്ളതും ബാക്കിയുള്ള ഡിസൈൻ്റെ കാര്യങ്ങളും കോഡിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് ഡയറക്റ്റ് കോഡൽ പ്രൊവിഷൻസ് വെച്ചിട്ട് നോക്കാം. ക്ലോസ് 41.3 ഷിയർ ആൻഡ് ടോർഷൻ. 41.3.1 ഇക്വലൻറ്റ് ഷിയർ. ഇക്വലൻറ്റ് ഷിയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇക്വലൻറ്റ് ഷിയർ എന്ന് പറയുന്നത് ഈ ടോർഷൻ കാരണം വരുന്ന അഡീഷണലി വരുന്ന ആ ഷിയർ ഫോഴ്സും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഷിയർ ഫോഴ്സാണ് ഇക്വലൻറ്റ് ഷിയർ എന്ന് പറയുന്നത്. ദ ഇക്വലൻറ്റ് ഷിയർ ദാറ്റ് ഈസ് VE ഷാൽ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദ ഫോർമുല. അപ്പോൾ ഇക്വലൻറ്റ് ഷിയറിനെ V(E) എന്ന് പറഞ്ഞ് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ അത് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. VE = VU + 1.6 TU/B. അപ്പോൾ നിങ്ങൾക്ക് VU എന്താണെന്നുള്ളത് അറിയാം. VU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഷിയർ ഫോഴ്സ് ആണ്. മാക്സിമം ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസൈൻ ഷിയർ ഫോഴ്സ് ആണ് VU എന്ന് പറയുന്നത്. അപ്പോൾ 1.6 TU/B എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോർഷൻ മുഖേന വരുന്ന ഷിയർ ഫോഴ്സ് ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1.6 TU/B, അല്ലെങ്കിൽ നമുക്ക് VT എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. V(T) ടോർഷൻ മുഖേന വരുന്ന ഷിയർ ഫോഴ്സ്. അപ്പോൾ VE ഇക്വലൻറ്റ് ഷിയർ = VU + VT. അപ്പോൾ VT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 1.6 TU/B. അതിൽ വേർ VE = ഇക്വലൻറ്റ് ഷിയർ, VU = ഷിയർ, അതായത് ഡിസൈൻ ഷിയർ ഫോഴ്സ്, ആൻഡ് TU = ടോർഷണൽ മൊമെൻറ്റ്.
Okay, and B is equal to breadth of the beam. The equivalent nominal shear stress tau VE in this case shall be calculated as given in 40.1. അപ്പോൾ നമുക്കിവിടെ വി ഇ എന്ന് പറയുന്ന ടേമാണ് കിട്ടുന്നത്. ഓക്കെ, അതായത് ഇക്വലൻ ഷിയർ ഫോഴ്സ് ആണ് കിട്ടുന്നത്. ആ ഇക്വലൻ ഷിയർ ഫോഴ്സിനെ ഷിയർ സ്ട്രെസ് ആക്കി മാറ്റണമെങ്കിൽ, ഓക്കെ, അതായത് നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി ഇ ആക്കി മാറ്റണമെങ്കിൽ നമ്മൾ ഓൾറെഡി വി യു എന്ന് പറയുന്ന ടേമിനെ ഡിസൈൻ ഷിയർ ഫോഴ്സിനെ നോമിനൽ ഷിയർ സ്ട്രെസ് ആക്കി മാറ്റുന്നത് എങ്ങനെയായിരുന്നു? ടോ വി ഈസ് ഈക്വൽ ടു വി യു ബൈ ബി ഡി എന്നാണ്. അതേപോലെ തന്നെ ഇവിടെ ടോ വി ഇ എന്ന് പറയുന്നത് വി ഇ ബൈ ബി ഡി ആണ്. ഓക്കെ, ദ ഇക്വലന്റ് നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി ഇ ഇൻ ദിസ് കേസ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ആസ് ഗിവൺ ഇൻ 40.1. 40.1 ക്ലോസ് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. അവിടെ ടോ വി എന്ന് പറയുന്നത് വി യു ബൈ ബി ഡി എന്നാണ് ഇക്വേഷൻ ഉള്ളത്. അപ്പം ഇവിടെ ടോ വി ഇ എന്ന് പറയുന്നത് വി ഇ ബൈ ബി ഡി എന്നുള്ളതാണ്. ഓക്കെ, അപ്പം വി ഇ ബൈ ബി ഡി എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോ വി ഇ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടോ വി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോ വി ഏത് വാല്യൂസൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യാം? ടോ വി വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ടോ സി മാക്സ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അതേപോലെ ഇവിടെയും ടോ സി മാക്സ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ടോ സി വാല്യൂ ആയിട്ടും കമ്പയർ ചെയ്യും. ഓക്കെ, അതേപോലെ ടോ സി വാല്യൂ ആയിട്ടും നമ്മളിവിടെ കമ്പയർ ചെയ്യണം. സെയിം ആയിട്ട് തന്നെയാണ് ഷിയറിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ദ വാല്യൂസ് ഓഫ് ടോ വി ഇ ഷാൽ നോട്ട് എക്സീഡ് ദ വാല്യൂസ് ഓഫ് ടോ സി മാക്സ് ഗിവൺ ഇൻ ടേബിൾ 20. അപ്പോൾ ടോ വി ഇ എന്ന് പറയുന്ന വാല്യൂ ടോ സി മാക്സിനേക്കാൾ ഒരിക്കലും കൂടാൻ പാടില്ല, ടേബിൾ 20ൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മുന്നമേ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെയാണ്. 41.3.2 if the equivalent nominal shear stress, അതായത് ടോ വി ഇ does not exceed ടോ സി given in table 19, minimum shear reinforcement shall be provided as per 26.5.1.6. അതായത് ഇപ്പോൾ ടോ വി ഇ എന്ന് പറയുന്ന വാല്യൂ, അതായത് നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന വാല്യൂ ടോ സിനേക്കാളും കുറവാണെങ്കിൽ, ടോ സി ആണ് ഗ്രേറ്റർ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ ബീം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് മിനിമം സ്റ്റിറപ്സ് പ്രകാരമുള്ള ഡിസൈൻ മിനിമം സ്റ്റിറപ്സ് കൊടുത്താൽ മതി. ഓക്കെ, പേജ് നമ്പർ 48-ൽ 26.5.1.6-ൽ നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ മിനിമം സ്റ്റിറപ്സ് കൊടുത്താൽ മതി. ഇപ്പം ടോ വി ഇ ലെസ് ദാൻ ടോ സി വന്നാൽ, അതായത് ടോ വി ലെസ് ദാൻ ടോ സി വരുന്നത് പോലെ തന്നെ ടോ വി ഇ എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ ടോ സി വന്നു കഴിഞ്ഞാൽ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്താൽ മതി. ഓക്കെ, 41.3.3-ൽ ഇഫ് ടോ വി ഇ എക്സീഡ്സ് ടോ സി, അതായത് ടോ വി ഇ എന്ന് പറയുന്ന വാല്യൂ ടോ സിനേക്കാളും കൂടുതലാണെങ്കിൽ, ഇപ്പോൾ ടോ വി ഗ്രേറ്റർ ദാൻ ടോ സി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഷിയർ ഡിസൈൻ ചെയ്യും അല്ലേ? കോഡിൽ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ പ്രകാരം നമ്മൾ ഡിസൈൻ ചെയ്യും. എന്നാൽ ഇവിടെ ടോ വി ഇ ഗ്രേറ്റർ ദാൻ ടോ സി വന്നു കഴിഞ്ഞാൽ ബോത്ത് ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഇൻ അക്കോർഡൻസ് വിത്ത് 41.4. അപ്പോൾ ഇതിൻ്റെ താഴെ പറയുന്ന ക്ലോസ് പ്രകാരമാണ് ടോ വി ഇ ഗ്രേറ്റർ ദാൻ ടോ സി വന്നാൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെയിൻ ബാസ് ആണെങ്കിലും അതുപോലെ തന്നെ സിറപ്സ് ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 41.4-ൽ പറയുന്ന പ്രകാരമാണ്. ഓക്കെ, അതായത് നമ്മൾ മുന്നേ ചെയ്യുന്നത് പോലെ ടോ വി ഗ്രേറ്റർ ദാൻ ടോ സി വന്നു കഴിഞ്ഞാൽ ആ ക്ലോസ് ഉപയോഗിച്ചല്ല, മുന്നേ ചെയ്ത ക്ലോസ് ഉപയോഗിച്ചിട്ട് അല്ല നമ്മൾ ചെയ്യുന്നത്, അതായത് വി യു എസ് കണ്ടുപിടിച്ചിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പല്ല ഇവിടെ വരുന്നത്. ഇവിടെ ടോ വി ഇ ഗ്രേറ്റർ ദാൻ ടോ സി വന്നു കഴിഞ്ഞാൽ ക്ലോസ് 41.4 ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സിറപ്സും അതുപോലെ തന്നെ മെയിൻ റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 41.4 Reinforcement in members subjected to torsion. 41.4.1 Reinforcement for torsion when required shall consist of longitudinal and transverse reinforcement. അപ്പം ടോർഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്കവിടെ എന്തൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും? ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റും അതുപോലെ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ബാസ്, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റിറപ്സ്. ഓക്കെ, അപ്പം ടോർഷൻ്റെ എഫക്റ്റ് വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യണം? ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ്സ് അവിടെ പ്രൊവൈഡ് ചെയ്യണം. അതായത് ലോഞ്ചിറ്റ്യൂഡനായിട്ടും അതുപോലെ തന്നെ സിറപ്സ് ആയിട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇനി നമ്മൾ ലോഞ്ചിറ്റ്യൂഡനൽ റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. 41.4.2 Longitudinal reinforcement. The longitudinal reinforcement shall be designed to resist an equivalent bending moment ME1 given by ME1 is equal to MU plus MT. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ആ റീഇൻഫോഴ്സ്മെൻറ്റ് ഒരു ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ME1 എന്ന് പറയുന്ന ഇക്വലൻറ്റ് ബെൻഡിങ് മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഓക്കെ, നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്നത് MU എന്ന് പറയുന്ന ഒരു മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ME1 എന്ന് പറയുന്ന മൊമെൻറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ മെയിൻ ബാസ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ME1 എന്ന് പറയുന്നത് എന്താണ്? MU പ്ലസ് MT. MU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ലോഡ് മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്, MT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ടോർഷൻ മുഖേന വരുന്ന ബെൻഡിങ് മൊമെൻറ്റ്.
അതായത് ടോർഷണൽ എഫക്റ്റ് കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന അഡീഷണൽ ബെൻഡിങ് മൊമെൻ്റാണ് എം ടി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ വി ടി കൺസിഡർ ചെയ്ത പോലെ തന്നെ എം ടി. അപ്പം VE1 എന്ന് പറയുന്നത് VU പ്ലസ് VT ആണെങ്കിൽ ME1 എന്ന് പറയുന്നത് MU പ്ലസ് MT ആണ്. വേർ MU ഈസ് ഈക്വൽ ടു ബെൻഡിങ് മൊമെൻ്റ് എടുത്ത ക്രോസ് സെക്ഷൻ, അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻ്റ് ആണ്. MT ഈസ് ഈക്വൽ ടു TU ഇൻറ്റു 1 പ്ലസ് D/B ഡിവൈഡ് ബൈ 1.7, അതായത് ടോർഷണൽ മൊമെൻറ്റ് അതാണ് TU. അപ്പോൾ TU മുഖേന വന്നിട്ടുള്ള അഡീഷണൽ ബെൻഡിങ് മൊമെൻ്റ് ആണ് MT എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ MT ഈസ് ഈക്വൽ ടു നമുക്ക് ഈ ഇക്വേഷൻ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്യാം. TU ഇൻറ്റു 1 പ്ലസ് D/B ഡിവൈഡ് ബൈ 1.7. അപ്പോൾ അതിൽ D എന്ന് പറയുന്നത് ഓവറോൾ ഡെപ്ത് ആണ്. ഓക്കെ, B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ ബീം ആണ്. ഓക്കെ, വേർ TU ഈസ് ദ ടോർഷണൽ മൊമെൻറ്റ്, D ഈസ് ദ ഓവറോൾ ഡെപ്ത് ഓഫ് ദ ബീം ആൻഡ് B ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ ബീം. ഓക്കെ, അപ്പം ME1 എന്ന് പറയുന്ന ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ നോർമൽ ബീംസിൽ സിംഗിളി റീഇൻഫോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ ഡബിളി റീഇൻഫോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, AST കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ME1ന് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ, 41.4.2.1. If the numerical value of MT as defined in 41.4.2, അതായത് MT വാല്യൂ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചത്, നമ്മൾ മുന്നേ നോക്കിയ ഇക്വേഷൻ പ്രകാരം MT വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ MT വാല്യൂ എക്സീഡ്സ് ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദ മൊമെൻറ്റ് MU. ഓക്കെ, MU എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ബെൻഡിങ് മൊമെൻറ്റിനേക്കാളും MT കൂടുതൽ വന്നു കഴിഞ്ഞാൽ, MT ഗ്രേറ്റർ ദാൻ MU എന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കമ്പയർ ചെയ്യണം MT വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം അത് MU വാല്യൂവിനേക്കാളും കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് MT ഗ്രേറ്റർ ദാൻ MU വന്നു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ഓൺ ദ ഫ്ലെക്സറൽ കംപ്രഷൻ ഫേസ് സച്ച് ദാറ്റ് ദ ബീം ക്യാൻ ഓൾസോ വിസ്റ്റാൻഡ് ആൻ ഇക്വലൻറ്റ് ME2 given by ME2 is equal to MT minus MU. The moment ME2 being taken as acting in the opposite sense of MU. അതായത് ഇപ്പം MT ഗ്രേറ്റർ ദാൻ MU വന്നു കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെൻറ്റ് കംപ്രഷൻ ഫേസിലും പ്രൊവൈഡ് ചെയ്യണം. MT ലെസ് ദാൻ MU വന്നു കഴിഞ്ഞാൽ ഇത് പ്രകാരം ഈ കോഡിൽ പറഞ്ഞിരിക്കുന്ന ക്ലോസ് പ്രകാരം കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. MT ഗ്രേറ്റർ ദാൻ MU വന്നു കഴിഞ്ഞാൽ കംപ്രഷൻ സോണിൽ റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ME2 എന്ന് പറയുന്ന ഒരു വാല്യൂവിന് ഈക്വലൻ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ ME2 എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MT മൈനസ് MU എന്നുള്ളതാണ്. അതായത് MUവിനേക്കാളും എത്രയാണ് MT വാല്യൂ അഡീഷണലി വരുന്നത്, ആ വരുന്ന ബെൻഡിങ് മൊമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ കംപ്രഷൻ ഫേസിൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതായത് ഈ ME2 എന്ന് പറയുന്ന മൊമെൻറ്റ് നമ്മൾ, അതായത് MT വാല്യൂ ഗ്രേറ്റർ ദാൻ MU വന്നു കഴിഞ്ഞാൽ അതിൽ അഡീഷണൽ ആയിട്ട്, അതായത് MU വാല്യൂവിനേക്കാളും അഡീഷണൽ ആയിട്ട് വരുന്ന ബെൻഡിങ് മൊമെൻറ്റ് ഈ MUവിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഒക്കർ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓപ്പോസിറ്റ് സോണിൽ, അതായത് കംപ്രഷൻ ഫേസിൽ നമ്മൾ ME2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം MT ലെസ് ദാൻ MU വന്നാൽ കുഴപ്പമില്ല, ഈ കോഡ് പ്രകാരം നമുക്ക് കംപ്രഷൻ സോണിൽ കൊടുക്കണമെന്നില്ല ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട്. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ കംപ്രഷൻ ഫേസിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ME2 എന്ന് പറയുന്ന മൊമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിറപ്സ്. ഓക്കെ, 2-legged closed hoops enclosing the corner longitudinal bars shall have an area of cross section ASV given by, അതായത് 2-legged ആയിട്ടുള്ള സ്റ്റിറപ്പ്. ഓക്കെ, അതായത് ലോഞ്ചിറ്റ്യൂഡിനൽ ബാറിനെ കവർ ചെയ്തിട്ടുള്ള 2-legged ആയിട്ടുള്ള സ്റ്റിറപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ പറഞ്ഞിരിക്കുന്ന ASV വേണമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇത് എന്ത് ചെയ്യാം, ഈ ASV നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെ നമുക്ക് അസ്യൂം ചെയ്യാം. ഇപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്ന സ്റ്റിറപ്പ് 8 mm അല്ലെങ്കിൽ 10 mm ആണെങ്കിൽ, നമുക്ക് 2-legged ആണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ASV വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനിൽ നിന്ന്, അതായത് ASV is equal to TUSV ഡിവൈഡ് ബൈ B1 D1 into 0.8705 പ്ലസ് VU SV ഡിവൈഡ് ബൈ 2.5 D1 into 0.8705 എന്ന് പറയുന്ന ഇക്വേഷൻ പ്രകാരം നമുക്ക് SV കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ASV നമുക്ക് കണ്ടുപിടിക്കാം. അതായത് ഇപ്പം 10 mm ആണെങ്കിൽ, അല്ലെങ്കിൽ 8 mm ആണെങ്കിൽ 2 into pi into 8² ഡിവൈഡ് ബൈ 4, അതായത് ലെഗിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയയാണ് ASV എന്ന് പറയുന്നത്. അപ്പോൾ ASV നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് ഈ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് SV ഫൈൻഡ് ഔട്ട് ചെയ്യാം. സ്പേസിങ് എത്രയായിരിക്കണം, SV is equal to പറഞ്ഞിട്ടൊരു വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ബട്ട് ദ ടോട്ടൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ. അപ്പോൾ ടോട്ടൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ASV എന്ന് പറയുന്നത് ഷാൽ നോട്ട് ബി ലെസ് ദാൻ tau VE minus tau C into BSV by
0.87 FI എന്നാണ്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് ASV നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത ASV തന്നെ കൊടുക്കാം, അതിൽ ചേഞ്ച് വരുന്നില്ല. നമുക്ക് ഈ രണ്ടാമത് തന്നിട്ടുള്ള ഈ കണ്ടീഷൻ പ്രകാരം SV വാല്യൂ കൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ SV ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ആ വാല്യൂ മുന്നേ നമ്മൾ കണ്ടുപിടിച്ച SV ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് മുന്നേ ഒരു SV കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ SV ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത SV ഇപ്പോൾ ഒരു 150 mm കിട്ടിയെന്ന് വിചാരിച്ചോ. രണ്ടാമത് ഈ കണ്ടീഷൻ പ്രകാരം, അതായത് ടോട്ടൽ ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള ഈ കണ്ടീഷൻ പ്രകാരം SV വാല്യൂ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 280 കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പം SV ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 280 എന്നാണ് രണ്ടാമത് കിട്ടുക. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച SV വാല്യൂ എന്ന് പറയുന്നത് 280നേക്കാളും കുറവല്ലേ. അപ്പോൾ നമുക്ക് ആ സ്പേസിങ് എടുക്കാമെന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ ഉറപ്പിക്കാനായിട്ടുള്ള സ്പേസിങ്ങിൻ്റെ ചെക്കും കൂടി നമ്മൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? ഈ ഇക്വേഷൻ്റെ അകത്തും സ്പേസിംഗ് എടുക്കുന്ന ക്ലിയർ ആയോ? ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ ചെയ്യുന്നത് ഈ രണ്ട് ഇക്വേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ SV കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യും, അതിലൊരു SV കണ്ടുപിടിക്കും, SV ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഇതിൽ തന്നെ പറയുന്നു, ഇതിൽ SV വാല്യൂ അല്ലെങ്കിൽ ASV വാല്യൂ ഷാൽ നോട്ട് ബി ലെസ് ദാൻ അല്ലെങ്കിൽ SV വാല്യൂ ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ ആക്കാനായിട്ട് പറ്റും. ഇവിടെ ASV ഷാൽ നോട്ട് ബി ലെസ് ദാൻ ടോ VE മൈനസ് ടോ C ഇൻറ്റു BSV ഡിവൈഡ് ബൈ 0.87 FI എന്നാണ്. അപ്പോൾ ഈ ഇക്വേഷൻ നേരെ തിരിച്ചിട്ടാൽ SV ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഇക്വേഷൻ ആക്കാൻ പറ്റും. അപ്പോൾ SV ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഇക്വേഷൻ വരിക. അപ്പോൾ അത് പ്രകാരവും നമ്മൾ എന്ത് ചെയ്യണം? സ്പേസിങ് ചെക്ക് ചെയ്യണം. ഈ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം കണ്ടുപിടിച്ച സ്പേസിങ് രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം നമ്മൾ ചെക്ക് ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇല്ലെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ ആദ്യം ചെയ്തപ്പോൾ SV 150 കിട്ടി, രണ്ടാമത്തെ ഇക്വേഷൻ പ്രകാരം SV ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 120 എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ സ്പേസിങ് 120 എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഓക്കെ, എന്നാൽ ഉറപ്പിക്കാനായിട്ടുള്ള ചെക്ക് ചെയ്തിട്ടേ സ്പേസിങ് നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസ് പ്രകാരമാണ് നമ്മൾ SV കാൽക്കുലേറ്റ് ചെയ്യുന്നത്. where TU is equal to torsional moment. TU എന്ന് പറയുന്ന ടോർഷണൽ മൊമെൻ്റ് ആണ്, VU എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ആണ്, SV എന്ന് പറയുന്നത് സ്പേസിംഗ് ഓഫ് സ്റ്റിറപ്പ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓക്കെ, B1 എന്ന് പറയുന്ന സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർണർ ബാർസിൻ്റെ ഡയറക്ഷൻ ഓഫ് വിഡ്ത്ത്, അതായത് വിഡ്ത്തിൻ്റെ ഡയറക്ഷനിലുള്ള കോർണർ ബാർസിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് കോർണറിൽ ഇപ്പം ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കാം. അതായത് ഈ ലെഫ്റ്റ് സൈഡിലെ ആ കോർണറിൽ ഒരു ബാർ ഉണ്ടാവും, അതുപോലെ റൈറ്റ് സൈഡിലുള്ള കോർണറിൽ ഒരു ബാർ ഉണ്ടാവും. അത് തമ്മിലുള്ള, അതായത് ബ്രെഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ വിഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ബാറുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് B1 എന്ന് പറയുന്നത്. ഓക്കെ, D1 എന്ന് പറയുന്നത് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോർണർ ബാർസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡെപ്ത് ആണ്. ഓക്കെ, ഡെപ്തിൻ്റെ ഡയറക്ഷൻ, അതായത് ടോപ്പിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും, അതുപോലെ ബോട്ടത്തിൽ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് കോർണറിലുള്ള ബാറ്. ഓക്കെ, ടോപ്പ് കോർണറിലൊരു ബാർ ഉണ്ടാവും, ബോട്ടം കോർണറിലൊരു ബാർ ഉണ്ടാവും. ആ ബാറുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് D1 എന്ന് പറയുന്നത്. അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, B എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ഓഫ് ദ മെമ്പർ, FY എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ദ സ്റ്റിറപ്പ് റീഇൻഫോഴ്സ്മെൻറ്റ്, ടോ VE എന്ന് പറയുന്നത് ഇക്വലൻറ്റ് ഷിയർ സ്ട്രെസ് ആസ് സ്പെസിഫൈഡ് ഇൻ 41.3.1. അതായത് ടോ VE എന്ന് പറയുന്നത് നമ്മൾ VE/BD വെച്ച് കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇക്വലൻറ്റ് ഷിയർ സ്ട്രെസ് അല്ലെങ്കിൽ നോമിനൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് VEക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ടോ C ഈസ് ഈക്വൽ ടു ഷിയർ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് ആസ് പെർ ടേബിൾ 19. ടോ C എന്ന് പറയുന്നത് ടേബിൾ 19 പ്രകാരം കണ്ടുപിടിക്കുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോവാം. വെൻ എ മെമ്പർ ഈസ് ഡിസൈൻഡ് ഫോർ ടോർഷൻ, ദ ടോർഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്രൊവൈഡഡ് ആസ് ബിലോ. അപ്പോൾ ഈ താഴെ പറയുന്നത് പോലെ നമുക്ക് ടോർഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് നോക്കാം. സ്റ്റിറപ്സിൻ്റെ ഇപ്പോൾ നമ്മൾ സ്റ്റിറപ്സ് നമ്മൾ ഡിസൈൻ ചെയ്തു അല്ലേ, ഒരു ഡയ നമ്മൾ അസ്യൂം ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ASV കണ്ടുപിടിച്ച് SV വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് ആദ്യത്തെ ഒരു ചെക്കും കഴിഞ്ഞു. ഓക്കെ, SV ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ എന്നുള്ളൊരു ചെക്കും നമ്മൾ മുന്നേ നോക്കിയതിൽ കഴിഞ്ഞു. ഇനി 26.5.1.7 A എന്ന് പറയുന്ന സെക്ഷനിൽ സിറപ്പിൻ്റെ സ്പേസിംഗ് ആണ് പറയുന്നത്. നോർമൽ സിറപ്പിൻ്റെ സ്പേസിംഗ് നിങ്ങൾക്ക് അറിയാമല്ലോ, 0.75 D കൂടാൻ പാടില്ല, അതുപോലെ തന്നെ 300 mm കൂടാൻ പാടില്ല എന്നുള്ള കണ്ടീഷൻ നോർമലി ഉള്ള ബീംസിലുള്ള സിറപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്നാൽ ടോർഷൻ വരുന്ന കേസിൽ നമ്മൾ സ്പേസിംഗ് ചെക്ക് ചെയ്യേണ്ടത് ഈ ചെക്കാണ്. Okay, the transverse reinforcement for torsion shall be rectangular closed stirrups placed perpendicular to the axis of the member. ഓക്കെ, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള
റെക്റ്റാങ്കുലർ ആയിട്ടുള്ള ക്ലോസ്ഡ് സിറപ്സ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് ആ ആക്സിസിൻ്റെ മെമ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട്, അതായത് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്പേസിംഗ് ഓഫ് ദ സിറപ്സ് ഷാൽ നോട്ട് എക്സീഡ് ദ ലീസ്റ്റ് ഓഫ്. അപ്പോൾ സ്പേസിംഗ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന വാല്യൂവിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ പറയാൻ പോകുന്ന 3 വാല്യൂസിൽ ഏതാണോ ചെറുത് അതിനേക്കാളും കൂടുതൽ നമ്മൾ സ്പേസിംഗ് അഡോപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് x1, രണ്ടാമത്തെ വാല്യൂ x1 + y1 / 4, മൂന്നാമത്തെ വാല്യൂ 300 mm. ഓക്കെ, ഒരു കാരണവശാലും 300 mm കൂടാൻ പാടില്ല സ്പേസിങ്. x1 + y1 / 4 കൂടാൻ പാടില്ല, x1 കൂടാൻ പാടില്ല. അപ്പോൾ അതിൽ x1 y1 എന്താണെന്നുള്ളത് നോക്കാം. വേർ x1 and y1 ആർ റെസ്പെക്റ്റീവ്ലി ദ ഷോർട്ട് ആൻഡ് ലോങ് ഡയമെൻഷൻസ് ഓഫ് ദ സിറപ്പ്. x1 y1 എന്ന് പറയുന്നത് സിറപ്സിൻ്റെ ഷോർട്ടും ലോങ് ഡയമെൻഷനുമാണ്. ഓക്കെ, അതായത് x1 എന്ന് പറയുന്നത് ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനിൽ, അതായത് ഇപ്പം ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനിലുള്ള ആ സിറപ്പ് പോർഷൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, മനസ്സിലായോ? അതായത് ബി എന്ന് പറയുന്ന ബ്രെഡ്ത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സിറപ്പ് ഉണ്ടല്ലോ, അതായത് വെർട്ടിക്കലി നമ്മൾ ആ സിറപ്പ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അതിന് വെർട്ടിക്കൽ പോർഷനും ഹൊറിസോണ്ടൽ പോർഷനും ഉണ്ടെന്ന് വിചാരിച്ചോ സിറപ്പിന്. അപ്പോൾ ആ സിറപ്പിൻ്റെ വെർട്ടിക്കൽ പോർഷൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ബ്രെഡ്ത്തിൻ്റെ ഡയറക്ഷനിലുള്ള. അതേപോലെ y1 എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പോർഷൻ്റെ. ഓക്കെ, അതായത് ടോപ്പിൽ ഹൊറിസോണ്ടൽ പോർഷൻ, ബോട്ടത്തിൽ ഹൊറിസോണ്ടൽ പോർഷൻ ഉണ്ട്. ആ ഹൊറിസോണ്ടൽ പോർഷൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ്. സിറപ്പിൻ്റെ സെൻറ്ററിൽ നിന്ന് ബോട്ടത്തിലുള്ള ആ സിറപ്പിൻ്റെ ഹൊറിസോണ്ടൽ പോർഷൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് y1. അതുപോലെ തന്നെ x1 എന്ന് പറയുന്നത് ആ സിറപ്പിൻ്റെ വെർട്ടിക്കൽ പോർഷൻ, അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ പോർഷൻ, അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള വെർട്ടിക്കൽ പോർഷൻ്റെ സിറപ്പിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് x1 എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എടുത്തിട്ട് x1 y1 എടുത്തിട്ട് ആദ്യം x1 വാല്യൂവിനേക്കാളും കൂടുന്നില്ല എന്നുള്ളത് നോക്കണം, അല്ലെങ്കിൽ x1 വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കണം. x1 + y1 / 4 എത്രയാണെന്നുള്ളത് നോക്കണം. മൂന്നാമത് 300. പിന്നെ നമ്മൾ മുന്നേ കണ്ടുപിടിച്ച് വെച്ച സ്പേസിങ്, ഒരു ചെക്ക് ഓൾറെഡി ചെയ്തിട്ട് കണ്ടുപിടിച്ച് വെച്ച സ്പേസിങ് ഉണ്ടല്ലോ, ആ സ്പേസിങ്. ഈ 4 വാല്യൂസിൽ ഏതാണോ ഏറ്റവും ചെറുത് അതിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത എസ് വി, ഫസ്റ്റ് ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്ത എസ് വി എന്ന് പറയുന്നത് ഇപ്പം ഒരു 150 നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കണ്ടീഷനിൽ എസ് വി ഷാൽ നോട്ട് ബി ഗ്രേറ്റർ ദാൻ 200 എന്നാണെങ്കിൽ നമുക്ക് ആ 150 എന്നുള്ളത് ഓക്കെയാണ്. ഇനി മൂന്നാമത് x1 + y1 / 4 + 300 ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള സ്പേസിങ് തന്നെയാണ് കുറവ് വരുന്നതെങ്കിൽ നമുക്ക് ആ സ്പേസിങ് എടുക്കാം. ഓക്കെ, അപ്പം ഈ വാല്യൂസിനേക്കാളും x1 + y1 / 4 and 300 ഈ വാല്യൂസിനേക്കാളും സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ബി പാർട്ടിൽ പറയുന്ന ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ കേസാണ്. ലോഞ്ചിറ്റ്യൂണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ ബി പ്ലേസ്ഡ് ആസ് ക്ലോസ് ആസ് ഈസ് പ്രാക്ടീസബിൾ ടു ദ കോർണേഴ്സ് of the cross section, and in all cases there shall be at least one longitudinal bars in each corner of the ties. അതായത് നമ്മൾ നോർമലി പ്ലേസ് ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, എത്ര കോർണേഴ്സിലേക്ക് ചേർത്ത് പ്ലേസ് ചെയ്യാൻ പറ്റുമോ ആ കോർണേഴ്സിലേക്ക് ചേർത്തിട്ട് തന്നെ റീഇൻഫോഴ്സ്മെൻറ്റ് പ്ലേസ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ കോർണേഴ്സിലും, അതായത് സിറപ്പിൻ്റെ 4 കോർണേഴ്സ് ഉണ്ടെങ്കിൽ 4 കോർണേഴ്സിലും റീഇൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവണം. അതായത് നമ്മൾ നോർമലി പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെ, പുതുതായിട്ടൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. വെൻ ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ഓഫ് ദ മെമ്പർ എക്സീഡ് 450 mm, ദ അഡീഷണൽ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഷാൽ ബി പ്രൊവൈഡഡ് ടു സാറ്റിസ്ഫൈ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് മിനിമം റീഇൻഫോഴ്സ്മെൻറ്റ് ആൻഡ് സ്പേസിംഗ് ഗിവൺ ഇൻ 26.5.1.3. അതായത് ക്രോസ് സെക്ഷണൽ, അതായത് ടോർഷൻ വരുന്ന കേസിൽ ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ 450-നേക്കാളും എക്സീഡ് ആവുകയാണെങ്കിൽ, ഓക്കെ, ഏതെങ്കിലും ഒരു ഡയമെൻഷൻ 450-നേക്കാളും എക്സീഡ് ആവുകയാണെങ്കിൽ നമ്മൾ അവിടെ അഡീഷണൽ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അഡീഷണൽ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഡെപ്തിൻ്റെ കേസ്, ഓക്കെ, ഡയമെൻഷൻ 450-നേക്കാളും കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോർമലി അവിടെ പ്രൊവൈഡ് ചെയ്യുക ബോട്ടത്തിലാണ്. ടോപ്പിൽ ഇപ്പം റീഇൻഫോഴ്സ്മെൻറ്റ് ഡിസൈൻ പ്രകാരം വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ ഹാങ്കർ ബാർസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പം ഈ അഡീഷണൽ ലോഞ്ചിറ്റ്യൂണൽ ബാർസ് എന്ത് ചെയ്യണം, ഇവിടെ പ്രൊവൈഡ് ചെയ്യണം. അതെവിടെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, വെൻ ദ ക്രോസ് സെക്ഷണൽ ഡയമെൻഷൻ ഓഫ് ദ മെമ്പർ എക്സീഡ് 450 mm, additional longitudinal bars shall be provided to satisfy the requirements of minimum reinforcement and spacing given in 26.5.1.3. 26.5.1.3 പറഞ്ഞ പ്രകാരം എന്ത് ചെയ്യണം, അഡീഷണൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഓക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. നോർമലി ഡെപ്തിൻ്റെ ഡയറക്ഷനിലാണ് 450-നേക്കാളും എക്സീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ ഡെപ്തിൻ്റെ ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യണം, റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. അത് 26.5.13 പ്രകാരമാണ്.
അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു 2ാമത്തെയോ 3ാമത്തെയോ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതെന്താണെന്നുള്ളത് നോക്കാം. സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത് വെൻ ദ ഡെപ്ത് ഓഫ് ദ വെബ് ഇൻ എ ബീം എക്സീഡ് 750 mm. അതായത് ബീമിൻ്റെ അല്ലെങ്കിൽ വെബിൻ്റെ ഡെപ്ത് 750 mm എക്സീഡ് ചെയ്യുമ്പോൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു മുന്നമേ. എന്നാൽ ഇവിടെ ടോർഷൻ വരുന്ന കേസിൽ ബീമിൻ്റെ ഡയമെൻഷൻ ഓക്കെ, അത് ഡെപ്ത് ആയിരിക്കും നോർമലി വരിക. ഡെപ്ത് 450 mm കൂടുതലാണെങ്കിൽ ഈ ക്ലോസ് പ്രകാരം കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ ടോർഷൻ വരുന്ന കേസിൽ ഇവിടെ 750 എന്നുള്ളതല്ല 450 എന്നുള്ള കേസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 450 mm കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അലോങ് ദ 2 ഫേസസ്, അതായത് ഇപ്പോൾ ഡെപ്തിൻ്റെ കേസിലാണെങ്കിൽ 2 ഫേസസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഓക്കെ, ഡെപ്തിൻ്റെ 2 ഫേസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യണം. ആ പ്രൊവൈഡ് ചെയ്യുന്ന സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ, ഓക്കെ, ദ ടോട്ടൽ ഏരിയ ഓഫ് സച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.1% ഓഫ് ദ വെബ് ഏരിയ. അതായത് ആ ബീമിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയൻ്റെ 0.1% മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, 0.1%-നേക്കാളും കുറയാൻ പാടില്ല നമ്മൾ 2 സൈഡിലുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദ ടോട്ടൽ ഏരിയ ഓഫ് സച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 0.1% ഓഫ് ദ വെബ് ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആൻഡ് ഷാൽ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ഓൺ 2 ഫേസസ്. എന്നിട്ട് എന്ത് ചെയ്യണം, 2 ഫേസിലും ഒരുപോലെ കൊടുക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സൈഡിൽ ഇപ്പോൾ നമ്മൾ 10 mm ബാറാണ് പ്രൊവൈഡ് ചെയ്തതെങ്കിൽ അപ്പുറത്തെ സൈഡിൽ നമ്മൾ 10 mm ബാർ തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ആ ഏരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അതായത് 0.1% ഓഫ് അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ അല്ലെങ്കിൽ വെബ് പോർഷൻ, T സെക്ഷൻ ആണെങ്കിൽ വെബ് പോർഷൻ്റെ ഏരിയനേക്കാളും കുറയാൻ പാടില്ല. ഓക്കെ, അതിനനുസരിച്ചുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് നമ്മൾ 2 ഫേസിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. ഓൺ 2 ഫേസസ് അറ്റ് എ സ്പേസിംഗ് നോട്ട് എക്സീഡിങ് 300 mm ഓർ വെബ് തിക്നെസ് വിച്ച് എവർ ഈസ് ലെസ്. വെർട്ടിക്കലി പ്ലേസ് ചെയ്തിരിക്കുന്ന ബാർ, ഇപ്പോൾ നമ്മൾ സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് ടോപ്പിലുള്ള കംപ്രഷൻ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഹാങ്കർ ബാർ അല്ലെങ്കിൽ ബോട്ടത്തിലുള്ള ടെൻഷൻ റീഇൻഫോഴ്സ്മെൻറ്റിൻ്റെ ഇടയ്ക്കാണ് നമ്മളിപ്പം സൈഡ് ഫേസ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ബാറുകൾ തമ്മിലുള്ള സ്പേസിംഗ് എന്ന് പറയുന്നത് 300 mm അല്ലെങ്കിൽ വെബ് തിക്നെസ്സിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം വെബ് തിക്നെസ് എന്ന് പറയുന്നത് ആ ബീമിൻ്റെ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ 300 mm. ഓക്കെ, ഇപ്പം ഏതാണോ 300 mm ആണ് വെബ് തിക്നെസ്, ഇതിൽ ഏതാണോ ചെറുത് അതിനേക്കാളും ആ സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് വെർട്ടിക്കലി ഉള്ള ബാറുകളുടെ സ്പേസിങ് 300 mm അല്ലെങ്കിൽ വെബ് തിക്നെസ്സിനേക്കാളും കൂടാൻ പാടില്ല. ഇപ്പോൾ 300 mm ആണ് ചെറുതെങ്കിൽ 300 mm-നേക്കാളും കൂടാൻ പാടില്ല. വെബ് തിക്നെസ് ആണ് ചെറുതെങ്കിൽ വെബ് തിക്നെസ്സിനേക്കാളും, അല്ലെങ്കിൽ ആ ബീമിൻ്റെ ബ്രെഡ്ത്താണ് ചെറുതെങ്കിൽ ആ ബീമിൻ്റെ ബ്രെഡ്ത്തിനേക്കാളും ഈ വെർട്ടിക്കലി ഉള്ള സ്പേസിങ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് പ്രോബ്ലം നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ തിയറി എല്ലാവരും കോഡ് വായിച്ചിട്ടൊന്ന് തറുവാക്കി വെക്കണം. ഓക്കെ, താങ്ക് യു.